ഞാൻ എന്നുള്ളത് അർജുന്റെ വീട്ടിലാണ്. അപ്പൊ എന്റെ പുറകിൽ കാണില്ലേ, ഇതാണ് അർജുന്റെ വീട്. ഇതാണ് അവന്റെ ഡ്രീം. നമുക്ക് അർജുൻ ചേട്ടന്റെ റൂമിലേക്ക് പോവാം. ഒരു ഭയങ്കര ഡ്രീം ബോയ് ആണെന്ന് ആളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയോ, എന്നെയല്ലേ ഇതാ ഇങ്ങോട്ട്. ഇവിടെ ആർട്ട് വർക്കും ലാലേട്ടനൊക്കെ അടങ്ങിയ ഒരു റൂമാണ് കേട്ടോ. ഇതിന്റെ അകത്തേക്ക് കയറിയപ്പോഴേ ആദ്യം ശ്രദ്ധിച്ചൊരു ഫോട്ടോയാണ് അർജുന്റെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഭയങ്കര ചബ്ബിയായിട്ടുള്ള അർജുനാണ്, കുഞ്ഞർജുനാണ്. ഇതും അതെ ആണ്. പിന്നെ ഇതിനേക്കാളൊരു സുന്ദരിയാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആളാണ് എന്റെ കൂടെ ഉള്ള ഈ അർജുൻ ചേട്ടൻ. ഇങ്ങോട്ട് നോക്കുമ്പോ നമുക്ക് അശ്വിനി ചേച്ചി കാണാൻ പറ്റും. ഒരു ഡാൻസർ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ലാലേട്ടന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അർജുന്റെ അമ്മയും ലാലേട്ടൻ. ഇതെന്താണ് ശരിക്കും പത്രത്തിൽ നിന്ന് വെട്ടി ഒട്ടിച്ചിരിക്കുന്നത്. ഇപ്പം സത്യസന്ധമായ രീതി പറയുന്ന കാര്യമാണ്. ഈ ഫോട്ടോയുമായിട്ട് ഞങ്ങൾ പല പത്രക്കാരെ സമീപിച്ച് സത്യം പറഞ്ഞാല് ഇവന് വിഷമമായിപ്പോ എനിക്കും വിഷമമായി. ഞാൻ സാരമില്ല, ഇതിന് വലിയ ഒരു സ്ഥലത്ത് നിന്ന് എത്തിപ്പെടും, അപ്പം പത്രക്കാർ നമ്മുടെ അടുത്തേക്ക് വരും, അങ്ങനെ ഒരു ഇതുണ്ടാകും എന്ന് പറഞ്ഞു. ദൈവം സഹായിച്ച് അങ്ങനെ ഉണ്ടായി. ഞാനൊരു സാർ ആയനെ ഞാൻ ചാൻസ് ചോദിച്ച് പോയതാ. ഞാനും കോട്ടയം നസറുകൂടിയാണ് പോകുന്നത്. നസറിന്ന് വലിയ ഇതിലെത്തി, ഞാൻ ഈ ചെറിയ രീതിയിൽ നിൽക്കുന്നു. അന്ന് ഞാനൊരു ജഗദീഷ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ കൊണ്ടെന്ന് തോന്നുന്നു അല്ലേ. അന്ന് ഇതാണ് അർജുന്റെ വീട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പൊ നമുക്ക് അവരെ മീറ്റ് ചെയ്യാം. കുറേ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, അർജുനെ പറ്റി അറിയാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബാ, ബെല്ല് ചെയ്ത് നോക്കാട്ടോ. ഹായ്, ഇതാണ് അർജുന്റെ വീട്. ഇതാണ് അർജുന്റെ അച്ഛനും അമ്മയും. രണ്ടുപേർക്കും എന്റെ നമ്മള് അർജുന്റെ വീട്ടില് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മുടെ അകത്തേക്ക് കയറിയപ്പോഴേ ആദ്യം ശ്രദ്ധിച്ചൊരു ഫോട്ടോയാണ് അർജുന്റെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഭയങ്കര ചബ്ബിയായിട്ടുള്ള അർജുനാണ്. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ ഇതിൽ നിന്ന് തന്നെ അങ്ങളെ എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അപ്പൊ ഇതിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് ഒരു വരവുണ്ടല്ലോ, ഈ ഒരു ലുക്കിന്ന് വരവ്, അതൊക്കെ എങ്ങനെയാണ്? അത് ഫുഡ് കൺട്രോള്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടിലൂടെ ട്രെയിൻ ചെയ്ത് ഈ ഒരു ചബ്ബി ശരീരത്തിൽ നിന്ന് സ്ലിമ്മിലേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോ സിസ്റ്ററിന്റെ ഫോട്ടോ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് സിസ്റ്ററാണ്, കുഞ്ഞർജുനാട്ടോ. ഇത് കുഞ്ഞർജുനാണ്, ഫാമിലി ആയിട്ടുള്ള അല്ലേ. ഇതും അതെ ആണ്. പിന്നെ ഇത് കണ്ടിരിക്കുന്നു. ഇതേതെങ്കിലും എടുത്തേ, അത് ഏറ്റവും ചെറുത്, ഇത് ഏറ്റവും ചെറുപ്പത്തിലുള്ള അതെടുത്തേ, മോളായിട്ട് നിൽക്കുന്നേ. ഇത് ചേച്ചിയും അനിയനും. ഇതില് കൂടുതലും എന്താ പറയുക, രണ്ടുപേരുടെയും കുഞ്ഞിലത്തെ ഫോട്ടോസ് ആണ് കൂടുതലുള്ളത് കേട്ടോ. ചേച്ചിയാണെങ്കിലും അനിയനാണെങ്കിലും. അതെ, ഇതിന്ന് എനിക്ക് എടുത്തു പറയണ്ടേ, ഇതും കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇതും കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ അർജുനിൽ കുറച്ച് ഹെയറും കൂടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസിൽ. ആ ഒരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിനേക്കാളൊരു സുന്ദരിയാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആളാണ് എന്റെ കൂടെ ഉള്ള ഈ അർജുൻ ചേട്ടന്റെ അമ്മയാണിത്. ആന്റി, ഇതിൽ ഒരുപാട് അവാർഡ്സ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ, എന്താണ് ശരിക്കും അതൊക്കെ? ഇതൊക്കെ സ്പോർട്സ്, ജിമ്മ്, മിസ്റ്റർ ബ്യൂട്ടി കേരള, മിസ്റ്റർ ബ്യൂട്ടി കിട്ടിയതാണ്. കോഴിക്കോട് വെച്ചാണ് മിസ്റ്റർ ബ്യൂട്ടി കേരള വെച്ച് കിട്ടിയ കപ്പാണ് ഇരിക്കുന്നത്. അതിന്റെ ഓരോരോ വിഭാഗം ചെയ്തതിന്റെ ഒക്കെ ട്രോഫികളാണ് മേളിൽ ഇരിക്കുന്നത്. ഇത്രയും കാലത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾക്ക് ഇവരുടെ ഉള്ള എന്താ പറയാ കുഞ്ഞിലത്തെ ഓർമ്മകള്, പിന്നെ ഉള്ളത് സുന്ദരിയായ ഒരു ഓർമ്മ, പിന്നീടുള്ളത് ഒരു ജയൻ ഫാൻസുകാരനാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. കാരണം ഒന്നല്ല 2 ഫോട്ടോസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാണെങ്കിൽ ഇതിലൊരു സ്റ്റോറി ഉണ്ടാവുമല്ലോ. അതിൽ വലിയ സ്റ്റോറി ഞാൻ പറഞ്ഞു. അതായത് പറയുന്നത്, ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. അന്ന് തൊട്ട് പിന്നെ 5ാം ക്ലാസ് പഠിക്കും, പ്രായം എത്ര അറിയാമല്ലോ. അന്ന് ഈ കുരുമുളകിന് 8-9 രൂപ 1 കിലോയ്ക്ക്. അത് പിറക്കി
അന്ന് കിട്ടുന്നത് 9 രൂപ. അന്ന് സിനിമയ്ക്ക് അത്ര പൈസ 5 രൂപ കൊടുത്താൽ ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇങ്ങനെ ഇരുന്ന് കാണുന്നത് ഇതൊക്കെ. അത് പിറക്കി കൊടുത്തിട്ട് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് 10-15 കിലോമീറ്റർ നടന്ന്, അന്ന് ബസ് സൗകര്യം ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കും. അന്ന് ഇദ്ദേഹത്തിന് പടം കാണാൻ വേണ്ടി ഞാൻ ആദ്യം കാണുന്നത് നടന്നു കാണുന്നത് ലവൻ സിംഗപ്പൂർ സിനിമയാണ് ആദ്യം കാണുന്നത് വെച്ചാൽ നടന്നു വന്ന് കുരുമുളക് ഇറക്കി വിറ്റിട്ട് വന്ന് കാണുന്നത്. അന്ന് മുതൽ എനിക്ക് എൻ്റെ ജീവിതത്തില് എന്തോ എനിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ആഹാരം കഴിച്ചിട്ടും കുഴപ്പമില്ല പുള്ളിയെ കാണണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ആ ഒരു ഇത്. എനിക്ക് സാധിക്കാത്തത് എൻ്റെ മക്കളായിട്ട് സിനിമാ മോഹമായിട്ട് ഞാനും ഒത്തിരി കയറി കഴിഞ്ഞ് നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് സാധിക്കാത്ത എൻ്റെ മക്കളായിട്ട് എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇതില് തന്നെ ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു കൃഷ്ണനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആരാധികയാണോ? തീർച്ചയായിട്ടും കൃഷ്ണ ഭക്തയാണ് ഞങ്ങൾ എല്ലാവരും. കൃഷ്ണന്റെ അനുഗ്രഹത്താലാണ് അങ്ങോട്ട് പോയേക്കുന്നത്. ഗുരുവായൂർ പോയി തൊഴുത് ഭഗവാനെ കണ്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയേക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, അവാർഡ്സിൽ തന്നെ ഒരുപാട് ഇനിയും പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് ശരിക്കും കല്യാൺ സിൽക്സിന്റെ പരസ്യം ചെയ്തതിന്റെ പത്രത്തിൽ നിന്നത് വെട്ടി ഒട്ടിച്ചിരിക്കുന്നത്. കാരണം അർജുന എപ്പോഴും നമുക്ക് കാണാം അല്ലേ, വളർന്നു വന്നിട്ടുള്ള ഓരോ മുഖങ്ങളും ഇതിലുണ്ട് എന്ന് തന്നെ പറയാം. എന്താണ് അവാർഡ്സ് ആണെങ്കിലും കോളേജിലെ അവാർഡ്സ് ആണെങ്കിലും കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. ഇതിലെ കണ്ണോടിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ കണ്ണിലുടക്കിയ സാധനമാണ് ഈ ഒരു അവാർഡ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് വെച്ചായിരുന്നു അതിന്റെ മത്സരം നടന്നത്. അത് രാത്രിയിലായിരുന്നു. മോഡലിംഗും ഒക്കെ ആകുമ്പോൾ രാത്രിക്കാണല്ലോ അതിന്റെ സംഭവങ്ങളെല്ലാം മോഡലിംഗ്. അപ്പൊ അതിന്റെ കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി ഒരു 2 മണിയായപ്പോ അന്ന് അച്ഛൻ വീട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെ കിടന്നിങ്ങനെ ഉറങ്ങിയ സമയത്ത് രാത്രി 2 മണിക്ക് വിളിച്ചു, മമ്മി എനിക്കൊരു കോള്, ഹലോ എവിടാണോ മോനെ നീ? മമ്മി കോഴിക്കോട്, ഞാനാണ് വിൻ ചെയ്തേക്കുന്നത്, എനിക്കാണ് കിരീടം കിട്ടിയേക്കുന്നത്, കപ്പ് കിട്ടിയേക്കുന്നത്. പിന്നെ നേരം വിളക്കുന്നവർ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാല്. നീ എന്നെ എല്ലാരും എടുത്തു പൊക്കി ഭയങ്കര ഇതായിട്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്നത്, അങ്ങനെ കിട്ടിയേക്കുമ്പോ അത് കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. വന്നു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞ ഈ ഒരു ഇത് വിൻ ചെയ്ത് വന്നപ്പം ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്. ഇപ്പം സത്യസന്ധമായ രീതി പറയുന്ന കാര്യമാണ്, ഇത് വിൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ശരിക്കും ഇത് പത്രത്തിലിടാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഈ ഫോട്ടോയുമായിട്ട് ഞങ്ങൾ പല പത്രക്കാരെ സമീപിച്ചു. സത്യം പറഞ്ഞാല് ആരും അഡ്മിറ്റ് ചെയ്തില്ല, ആരും ഇട്ടില്ല. ശരിക്കും സങ്കടം തോന്നിപ്പോയി. കാരണം ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ ആയപ്പം ആരും ചെയ്യാതെ വന്നപ്പം ഇവന് വിഷമമായപ്പോ എനിക്കും വിഷമമായി. ഞാൻ പറഞ്ഞു സാരമില്ല, ഇതിന് വലിയ ഒരു സ്ഥലത്ത് നീ എത്തിപ്പെടും, അപ്പം പത്രക്കാര് നമ്മുടെ അടുത്തേക്ക് വരും, അങ്ങനെ ഒരു ഇതുണ്ടാകും എന്ന് പറഞ്ഞു. ദൈവം സഹായിച്ച അങ്ങനെ ഉണ്ടായി. അതെ, വെക്കാൻ പോലുള്ള സൗകര്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഒരുപാട് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിലും ഒരാഴ്ചയൊക്കെ ക്വാർട്ടേഴ്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയൊരു വിളക്കം തൊട്ട് അതിന്റെ അപ്പുറത്ത് ഇത് വെച്ച് കണ്ടു. പിന്നീടായപ്പം ക്വാർട്ടേഴ്സിനകം തൂക്കുമ്പോഴും വെള്ളം കയറുമ്പോഴും ഇതേ ചെളി പറ്റും, അത് മുഷിയെന്ന് വെച്ച് ഞാൻ ബാഗിൽ തന്നെ എത്രയോ വർഷം സൂക്ഷിച്ചു, 2 വർഷം സൂക്ഷിച്ചു വെച്ചു ബാഗിനകത്ത്. ഇത് വെളിയിൽ എടുക്കാൻ പറ്റാതെ. അന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഞങ്ങൾക്കൊരു വീടായിരുന്നെങ്കിൽ ഇതൊക്കെ വെക്കായിരുന്നല്ലോ എന്ന്. ദൈവം സഹായിച്ചൊരു വീട് ലോൺ മുഖേനയാലും കിട്ടിക്കഴിഞ്ഞപ്പോ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിലുപരി ഇനി നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ലാലേട്ടന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഫാനാണ്, തീർച്ചയായിട്ടും. അർജുൻ മാത്രല്ല കേട്ടോ, അർജുന്റെ അമ്മയും അമ്മയും ഒരു ലാലേട്ടൻ ഫാനാണ്. അപ്പൊ അതുകൊണ്ട് കയറുമ്പോ കാണണം എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ആണ്. അപ്പൊ നമുക്ക് മുറിയിലേക്ക് പോവാം. പിന്നെ ഇനി ഒരു വിശേഷം കൂടെ പറയാനുണ്ട്. ഇതാണ് അശ്വിനി ചേച്ചിയുടെ മാരേജ് ഫോട്ടോ. അപ്പോ എല്ലാ ഫാൻസുകാർക്കും അറിയാം ചേച്ചിനെ, കാരണം ബിഗ് ബോസിനകത്ത് കയറിയ ശേഷം മുതൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയ ഒരു വ്യക്തികളാണ് ഇവര് രണ്ടുപേരും. അച്ഛനെ അറിയണം, അച്ഛനെ ഇനി മുതൽ ഈ ഒരു വീഡിയോ ഞാനിപ്പോ ഒരു ഇത് പറയല്ല, ഞാനൊരു സ്റ്റാർ ആയേനെ. പണ്ട് ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ കിൽക്കർ സിനിമയില് ഞാൻ ചാൻസ് ചോദിച്ച് പോയതാ. ഞാനും കോട്ടയം നസീറോടെയാണ് പോകുന്നത്. നസീറിന്ന് വലിയ ഇതിലെത്തി, ഞാൻ ഈ ചെറിയ രീതിയിൽ നിൽക്കുന്നു. പക്ഷെങ്കില് അന്ന് പോയപ്പം എനിക്കാണ് അതിനകത്ത് ഒരു അതിഥി താരമായിട്ട് കിട്ടിയത്. ആർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്, വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ചുമ്മാ പൊങ്ങച്ചടിക്കുന്നതാണ് അതല്ല സംഭവം. അതിനകത്ത് ഒരു അതിഥി താരം, അത് എനിക്ക് പകരം കൊടുത്തിരിക്കുന്നത് ജഗദീഷിനാണ്. ഞാൻ പോയത് അന്ന് ഞാനൊരു ജഗദീഷ് ആയിരുന്നു. ചെറിയ ഷേപ്പ് കൊണ്ടെന്ന് തോന്നുന്നു അല്ലേ. അന്ന് അങ്ങനെ മുടി വെക്കുന്നിട്ട് ഞാൻ നടന്നില്ല. സത്യം പറയാം, നസീറാണ് എന്നെ, എടാ നീ ജഗദീഷാണ് എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് നസീറാണ്. അപ്പൊ ഞാനും നസീറും ചെന്നിട്ട് എനിക്കാണ് അതിനകത്ത് അതിഥേയരായിട്ട് കിട്ടുന്നത്. അപ്പൊ അന്ന് എന്നോട്
ചലച്ചിത്രത്തിന്റെ അന്നത്തെ മാനേജർ M.M. ബാലചന്ദ്രൻ എന്നാണ്, അദ്ദേഹം കറിച്ചലയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ പിന്നെ ഒരു കുറച്ച് പൈസയൊക്കെ ആയിട്ട് കൂട്ടിക്ക് വാ, കുറച്ച് ഡ്രസ്സും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ പ്ലാനൊക്കെ ചെയ്തിരുന്നപ്പം വീട്ടിൽ വന്നപ്പം അച്ഛനൊന്നും ഇതിന് അവരൊക്കെ ഈ ഹൈറേഞ്ച് ജനിച്ചു വളർന്ന ആൾക്കാരത് ആ ഒരു ഇതുമായിട്ട് വലിയ കലയായിട്ടുള്ള ഇതൊന്നുമില്ല, അവർക്ക് കൊലയും കൊമ്പസാരവും ഒക്കെ ആണ്. അപ്പം എന്നോട് പറഞ്ഞു മര്യാദയ്ക്ക് വീട്ടിൽ കയറി വന്നോളാന്ന് പറഞ്ഞു. വീട്ടിൽ കയറി വന്നോളാന്ന് പറഞ്ഞു. ഇപ്പം വഴിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചാൻസ് നഷ്ടപ്പെട്ടു. പിന്നെ മുക്തി സിനിമയുടെ ഗാനരചയിതാവ് ഇങ്ങനെ ആരുടെയൊക്കെ വന്ന് എന്നെ സമീപിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പോകാൻ പറ്റില്ല. അതുപോലെ നസീറൊക്കെ കൂടി പിന്നെ കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നസീറിനുള്ള. അപ്പൊ അതിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, നീ വരണം, ജഗദീശൻ റോൾ ചെയ്യണം, ഞാൻ സംഭാഷണമൊക്കെ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ അതിനോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനും എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. സ്കൂളിലും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ഡാൻസ്, ഇപ്പൊ നാടകം, ഡിസ്കോ ഡാൻസ് ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വാസന ആയിരിക്കും എന്റെ പിള്ളേർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി ഒരു വലിയ നടനൊക്കെ ഇനി അവസരം ഉണ്ട്, തീർച്ചയായിട്ടും മകന്റെ കൂടി അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയാണ്. അപ്പൊ നമുക്ക് അർജുൻ ചേട്ടന്റെ റൂമിലേക്ക് പോവാം. പിന്നെ ഡൈനിങ് ഏരിയ ആണിത്. ഇങ്ങോട്ട് നോക്കുമ്പോ നമുക്ക് അശ്വിനി ചേച്ചി കാണാൻ പറ്റും, ഒരു ഡാൻസർ ആണെന്ന് തോന്നുന്നു. കല്യാണം ബേസിക് ചെറുതിലെ ഡാൻസ് പഠിച്ചു. പിന്നെ വലുത് കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാജീവ്, അതായത് മോളുടെ ഹസ്ബൻഡ്, അമ്മയും കൂടെ അവിടുത്തെ അമ്മയും അവർക്ക് ഭയങ്കര ഇഷ്ട കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടുള്ള ഫാമിലിയാ. അപ്പൊ അവരാണ് ഡാൻസ് പഠിപ്പിക്കാൻ പിന്നെ വീട്ടിൽ അരങ്ങേറ്റം കഴിഞ്ഞു. 1-2 അമ്പലത്തിലൊക്കെ നൃത്തം ചെയ്തു. ശരിക്കും നല്ല ഭംഗിയുണ്ടാവും ഫ്രെയിം കാണാൻ, ഒരു ഹാപ്പി ഫ്രെയിം ആണത്. ഓക്കെ, നമുക്ക് അർജുൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പൊ അവിടെ കുറെ വിശേഷങ്ങൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഇതാണ് ഫാമിലി ഫോട്ടോ അല്ലേ? അച്ഛൻ, അമ്മ, ഫാമിലി ഫോട്ടോ ആണ്. ഇതാണ് അവന്റെ ഡ്രീമിലേക്ക് എത്തി എന്നുള്ള പ്രതീക്ഷയാണ്. നമുക്ക് റൂമിലേക്ക് പോവാം. റൂമിലെ കുറച്ചേറെ പടങ്ങൾ പൊളിഞ്ഞു കിടപ്പുണ്ട്. ശരിക്കും എന്താ പറയാ, ഇത് കണ്ടാണ് കക്ഷി എണീറ്റ് വരുന്നത്. ആണല്ലേ? അവിടെ കിടന്ന് കാണും, കിടന്ന് എണീക്കുമ്പോഴേ അത് നോക്കിയിട്ടാണ് ഇത് കാണുമ്പോൾ ലാലേട്ടൻ, പിന്നെ ബുദ്ധൻ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയോ, എന്നെയല്ലേ ഇങ്ങോട്ട്. ഇവിടെ ആർട്ട് വർക്കും ലാലേട്ടനൊക്കെ അടങ്ങിയൊരു റൂമാണ് കേട്ടോ. ശരിക്കും ലാലേട്ടൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധനോട് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയും കൂടെ ആയിട്ട് ഇവിടെ പ്രതീക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം റൂം കാണുമ്പോ അറിയാം ഒരു ഭയങ്കര ഡ്രീം ബോയ് ആണെന്ന്. ആളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ എന്താ പറയാ, ഇവിടെ ഉണ്ട് ചെറിയ ലാലേട്ടൻ ഉണ്ട്, അമ്മയായിട്ടുള്ള ലാലേട്ടൻ. അപ്പം ഒരു ലാലേട്ടൻ ഫാനാണ് ശരിക്കും. ഇവിടെ നിന്നാണ് തന്നെ ശരിക്കും ഇവിടെ കുറെ മണി പ്ലാന്റ്സ് ഉണ്ട് കേറി വരുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ പ്ലാന്റ്സ് അവിടെ ഇവിടേക്ക് ആയിട്ട് കുട്ടി കുട്ടി പ്ലാന്റ്സ് ഉണ്ട്. അതെല്ലാം അർജുൻ പിടിപ്പിച്ചാണ്. ബിഗ് ബോസിലേക്ക് പോയപ്പോ ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ച് അതിനെ സംരക്ഷിച്ചു കൊണ്ടുവരാണ്. ഒരു പ്രതിഷ്ഠ ആക്കിയിട്ടുണ്ട് ശരിക്കും ലാലേട്ടനെ. ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്മിയുടെ കാര്യം അല്ലേ? പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്, നിറയെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കൊറേയൊക്കെ സ്റ്റിക്ക് ചെയ്തതെല്ലാം കിടന്നിട്ടുണ്ട്. അപ്പോ ഓളിനോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. കാരണം റൂമിനകത്ത് എല്ലാം ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ആളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം അടങ്ങിയതാണ്. പോസിറ്റീവ് ശരിക്കും ഉണ്ട് കേട്ടോ. കാരണം ഒരു പ്ലാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ ഇതാണ് ശരിക്കും. രണ്ടുപേരും അടുത്ത് തന്നെ കാണട്ടെ എന്നാണ്, എല്ലാരും കാണട്ടെ. കാരണം ഇതൊക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ സപ്പോർട്ടാണ്, അച്ഛന്റെ അമ്മയുടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പാരന്റ്സ് ആണ് അവർക്കുള്ളത്. അപ്പം അർജുൻ മാത്രല്ല കേട്ടോ, അശ്വിനി ചേച്ചിനെ എടുത്ത് പറയണം, ഭയങ്കര സപ്പോർട്ടാണ് രണ്ടുപേരും. അപ്പം വരച്ചതാണ് കുപ്പി. ഒത്തിരി ഉണ്ടായിരുന്നു. തൂക്കിട്ടൊക്കെ മോള് വരച്ചതല്ല, അവിടുന്ന് കൊണ്ടുവന്ന വയനാട്ടിൽ. ഇത് അശ്വിനി ചേച്ചി ആർട്ട് ചെയ്തതാണ്. അടങ്ങിയിട്ടുള്ള ഒരാളാണ്. 2 വ്യക്തികളും 2 മക്കളും അതെ എടുത്തു പറയണം. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു അർജുന്റെ റൂം എന്ന് പറയണം.
ഇതെല്ലാം പുള്ളിക്കാരത്തിലെ അറിയാം വർക്കാണല്ലേ? വർക്കാണ്. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്താണെന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് ഉള്ളൊരു ആർട്ടിൽ ഇതല്ലാതെ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഷൂട്ടിന് വന്നപ്പോൾ 3 പൊട്ടിപ്പോയി. ആർട്സും പ്ലാൻസും ഡ്രീംസും ഒക്കെ അടങ്ങിയൊരു റൂമാണ് ഇതെന്ന് പറയാം. നമുക്ക് ഇനി താഴെ പോയിരുന്നു വീണ്ടും നമുക്ക് വിശേഷങ്ങൾ കുറച്ച് പറയാനുണ്ട്. അപ്പൊ എനിക്ക് വിശദമായിട്ട് അറിയാനുണ്ട് എന്താണ് അർജുന്റെ ഡ്രീംസ് എന്താണെന്നും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. നമുക്ക് താഴെ പോയിട്ട് അച്ഛനും അമ്മയോടും ചോദിക്കാം. അപ്പൊ പോവാം, വാ.